വെളിയിലോട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ ഇന്നത്തെ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ ഗ്രിനാറോയുടെ വയർലെസ് മൈക്ക്. ഐ തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് ബഡ്ജറ്റ് വയർലെസ് മൈക്ക്. ഇഫ് യു ആർ ബ്ലോഗറോ റിവ്യൂ ടെക്കറോ എന്താണെന്ന് വെച്ചാൽ ഈ സാധനം നിങ്ങൾക്ക് മേടിക്കുക. ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി എ ഗുഡ് ചോയ്സ് ഇഫ് യു ആർ ട്രൈയിങ് ടു ബൈ എ ന്യൂ മൈക്ക്. അപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ പറയുമ്പം ഇച്ചിരി സൗണ്ട് ക്വാളിറ്റി കിട്ടും. ഇൻ്റലിജൻസ് നോയ്സ് റിഡക്ഷൻ വരുന്നുണ്ട്. 3 ലെവൽ നോയ്സ് ക്യാൻസലേഷൻ വരുന്നുണ്ട് കേട്ടോ. പിന്നെ റിവറബ് മോഡ്, മറ്റേ എക്കോ അടിക്കുന്ന മോഡില്ല, അത് വരുന്നുണ്ട്. പിന്നെ ലോങ് ബാറ്ററി ലൈഫ് വരുന്നുണ്ട്. പോർട്ടബിൾ ആണ്, വൈറ്റ്ലി കമ്പാറ്റബിൾ ആണ്. ആൻഡ്രോയിഡും ഇപ്പോൾ iOS മറ്റേ ടൈപ്പ് സി ഒക്കെ ഉള്ള സംഭവം അതൊക്കെ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. മോഡൽ S12 എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. ഇതിൻ്റെ പ്രൈസ് അറൗണ്ട് 900 റുപ്പീസാണ് വരുന്നത്. ഇത് ഞാൻ ഇതിനകത്ത് 2 മൈക്കും ഒരു റിസീവർ ഉള്ളതാണ് മേടിച്ചേക്കുന്നത്. സോ അതപ്പോൾ അങ്ങനെയാണ്. ഇങ്ങനെ പൊട്ടിച്ചാണ് ഞാൻ ബേസിക്കലി ഒരു ഈസി അൺബോക്സിങ്. ഇങ്ങനെ തള്ളി ആമസോണിൽ നിന്നാണ് ഞാൻ സംഭവം മേടിച്ചത്. അപ്പം ഇന്നത്തെ പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ വരും. അതൊക്കെ ഇങ്ങനെ എടുത്ത് കളയാം. ഇങ്ങനെ എടുത്ത് കളയാം. അതെ, ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇങ്ങനെ തള്ളി എടുത്ത് സംഭവം ഇങ്ങനെ കവറായിട്ട് മാറ്റാം. അപ്പം നമുക്ക് ഇവിടെ നിന്ന് നമുക്കിതേ ഇവിടെ ഇങ്ങനെയാണ് ഒരു വ്യൂ വരുന്നത്. സോ ഗൈസ്, അപ്പോൾ ആദ്യമത്തെ ഇച്ചിരി സൗണ്ട് ക്വാളിറ്റി ഉണ്ടല്ലോ, ഈ മൈക്ക് വെക്കുന്നതിന് മുമ്പ് ഒരു സൗണ്ട് ക്വാളിറ്റി ഇച്ചിരി മോശമായിരിക്കും. ദരിദ്രാവസ്ഥയുള്ള സൗണ്ട് ക്വാളിറ്റി ആയിരിക്കും. സോ പ്ലീസ് അഡ്ജസ്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിന്നെ അകവശം വരുന്നത്. 2 മൈക്കും ഒരു റിസീവറും പിന്നെ ഒരു കേബിൾ തന്നേക്കുന്ന ഒരു പെട്ടിയാണ് വന്നിരിക്കുന്നത്. സോ അപ്പോൾ നമുക്ക് മൈക്ക് വെളിയിലോട്ട് ഇങ്ങനെ 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 ഒന്നും പറ്റിയില്ല കാര്യം. ഇത് മൈക്കും അതിൻ്റെ റിസീവർ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ഒരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ഐ തിങ്ക് പിന്നെ നമുക്ക് വരുന്നത് നമ്മളൊരു വാറണ്ടി ആക്ടിവേഷൻ കാർഡാണ്. പിന്നെ അതിനകത്തോട്ട് നമുക്ക് നോക്കുമ്പോൾ മനോഹരമായ 2 ഫോണിൻ്റെ സെറ്റിങ്സിൻ്റെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് 30 ദിവസത്തിനുള്ളിൽ വേണം വാറണ്ടി ആക്ടിവേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വാറണ്ടി ഔട്ട് ഓഫ് വാറണ്ടി ആയി പോകുന്ന സാധനം. അപ്പം അതും സൈഡോട്ട് മാറ്റി വെക്കും. ഇതുണ്ട് ചാർജറിൻ്റെ പെട്ടി. ചാർജറിൻ്റെ പെട്ടിക്ക് അതോട്ട് വരുമ്പം കമ്മിങ് ടു ദിസ് നമുക്കൊരു ചാർജർ കിട്ടുന്നുണ്ട്. 2 റീപ്ലേസ് ചെയ്യാനുള്ള മറ്റേ കാത്ത ബഡ്സ് പോലെ ഇരിക്കുന്ന സാധനം അതും വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, വേണ്ടത് ഉപയോഗിക്കേണ്ട. സോ യുവർ ചോയ്സ്. ചാർജർ ഒരു USB-യും 2 ടൈപ്പ് സി. നൈസ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സംഭവം. ഒരു വാലും 2 തലയും, അങ്ങനെയുള്ള സംഭവം. ഓക്കെ, ഇത് ഞാനിപ്പം എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. ചാർജ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കാനായിട്ട്. 2 മൈക്ക് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞത്. അതിൽ 2 മൈക്ക് വരുന്നുണ്ട്. അതിങ്ങനെ ഇവിടെ ഇങ്ങനെ കുത്തിയൊക്കെ വെക്കാം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ കുത്തിയൊക്കെ വെക്കാം. ഇതിൻ്റെ ഞാനൊരു അതിനൊരു കാര്യം പറയാം. ഇത് 2 ഓപ്ഷൻ്റെ വരുന്നു. ഒരു 700 രൂപയ്ക്ക് ഇത് ഒരു മൈക്കും പിന്നെ ഈ ഒരു റിസീവറും വരുന്നുണ്ട്. 700 രൂപയ്ക്ക് നിങ്ങൾ അത് മേടിക്കില്ല. അതിന് പകരം നിങ്ങൾ മേടിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ 2 മൈക്കും ഈ ഒരു റിസീവറും വരുന്നത് നിങ്ങൾ മേടിക്കാവുള്ളൂ. ബിക്കോസ് നിങ്ങൾ ഒരു മൈക്ക് 200 രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് 2 മൈക്ക് വെച്ച് അത് ലാഭമായിരിക്കും എന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് അതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു ചോയ്സ്. സോ ഗോ ആൻഡ് ഓൺലി ബൈ ദാറ്റ്. ഞാൻ എന്താ വന്നിരിക്കുന്നുണ്ട്, ഇതുള്ള ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എന്താ ഞാനൊരു പൊട്ടത്തരം കാണിച്ചു, അത് നിങ്ങൾ കാണിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളതുകൊണ്ട്. ഈ റിസീവർ കണ്ടോ, റിസീവർ കണ്ട ഈ സംഭവം, ഇത് ഞാൻ കൊണ്ട് ചാർജ് ചെയ്യാൻ ഇട്ടു. ഇത് 2ഉം ചാർജ് ചെയ്യാനിട്ട് ഞാൻ ഇട്ടു. ഈ 2 സാധനം ഞാൻ ചാർജ് ചെയ്യാനിട്ടു. അത് ഞാൻ ഇപ്പോൾ റിസീവറും ചാർജ് ചെയ്യാനായിരിക്കും. റിസീവർ ചാർജ് ചെയ്യാൻ ഞാൻ റിസീവറും ചാർജിങ്ങിന് കൊണ്ടിട്ടു. അത് കഴിഞ്ഞ് ഞാൻ റിസീവർ നിങ്ങൾ ആരും കൊണ്ട് ചാർജ് ചെയ്യുന്നത് OTGക്കകത്താണ് പവർ എടുക്കുന്നത്.
സോ ഡോണ്ട് ഗോ ആൻഡ് ചാർജ് ഇറ്റ്. നിങ്ങളിപ്പോൾ റിസീവർ ഉപയോഗിക്കേണ്ട രീതി ഞാൻ പറയാം. ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങൾ സാംസങ്, ആപ്പിൾ, വൺ പ്ലസ് അങ്ങനെയൊക്കെ ഫോണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ മറ്റേ OTG ഒന്നും അനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഫോൺ ഡയറക്റ്റ് പ്ലഗ് ചെയ്യുക, മൈക്ക് ഓൺ ചെയ്യുക, കുത്തുക. നിങ്ങൾ മറ്റേ വിവോയും iQOO അങ്ങനത്തെ ഫോണൊക്കെ ഉപയോഗിക്കുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോയിട്ട് OTG സെറ്റിങ്സിനകത്ത് കയറിയിട്ട് ഈ സംഭവം കുത്തിയിട്ടതാണ്ട് സംഭവം കുത്തി ഇപ്പം കണ്ട് ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ലൈറ്റ് കത്തില്ല, OTG അനേബിൾ ചെയ്യണം. OTG അനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഈ സംഭവം ആക്കാം. ഇപ്പം ഞാൻ അനേബിൾ ചെയ്ത് കാണിക്കാം കേട്ടോ. OTG A few moments later. നണ്ട് OTG അനേബിൾ ചെയ്താൽ ഈ സംഭവം കണ്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റ് കത്തും. ഇല്ലേ, 2 ലൈറ്റ് ഉണ്ട്. ഇത് രണ്ട് മൈക്കുള്ളത്, 2 ലൈറ്റ് കത്തും. ഒരു മൈക്ക് ഉണ്ടെങ്കിൽ ഒരു ലൈറ്റേ കത്തത്തുള്ളൂ. ഇപ്പം ഞാൻ ഒരു മൈക്ക് ഓൺ ചെയ്താൽ അവിടെ മിന്നി കത്തുന്ന ലൈറ്റ് മാറിയിട്ട് കണ്ടോ, ഇത് പെയർ ആയതുകൊണ്ട് ലൈറ്റ് കത്തി. അപ്പം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ, അപ്പം ഞാനിത് ഈ ക്യാമറ ആയിട്ടൊന്ന് കണക്ട് ചെയ്തിട്ടല്ലേ കേട്ടോ. സോ ഗൈസ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് ദണ്ട് ഈ മൈക്കിൽ നിന്ന് വരുന്ന ഒരു നോയ്സ് ക്വാളിറ്റിയാണ്. ഇത് ഞാൻ ഓൺ ചെയ്തിട്ടില്ല, 2 മൈക്ക് ഓൺ ചെയ്തിട്ടില്ല, ഒറ്റ മൈക്കേ ഞാൻ ഓൺ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന നോയ്സ് ക്വാളിറ്റി നിങ്ങൾക്ക് കേട്ടിട്ട് അഭിപ്രായം വന്ന് കമൻറ്റിൽ പറയുക. ഇപ്പം അത്രേ ഉള്ളൂ സംഭവം. നോയ്സ് ക്യാൻസലേഷൻ ഒന്നും ഞാൻ ഓൺ ചെയ്തിട്ടില്ല, ജസ്റ്റ് നോർമൽ രീതിയിൽ ഞാൻ ഓൺ ചെയ്തിട്ടുള്ളൂ. സോ ഇങ്ങനെ ഇരിക്കും. പിന്നെ നോയ്സ് ക്യാൻസലേഷൻ ഓൺ ചെയ്യണമെങ്കിൽ പുറകിലത്തെ ബട്ടൺ ഉണ്ട്, അത് ഒറ്റ പ്രാവശ്യം നിൽക്കുകയാണെങ്കിൽ ഇവിടെ ഏതാണ്ട് ഈ ലൈറ്റ് ഒരു പ്രാവശ്യം കത്തും. അപ്പോൾ നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1, ഇതിപ്പോൾ കേൾക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 1. ഇതാണ് അതിൻ്റെ ശബ്ദം വരുന്നത്. ഇപ്പോൾ ഞാൻ ഒന്നും കൂടെ കൂട്ടാം, നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 2 പോവാം. അപ്പോൾ 2 പ്രാവശ്യം കത്തും ലൈറ്റ്. ഇപ്പോൾ കേൾക്കുന്നത് നോയ്സ് ക്യാൻസലേഷൻ ലെവൽ 2 കേൾക്കുന്ന ശബ്ദം. ഐ തിങ്ക് ഇറ്റ്സ് ഫൈൻ. താഴെ TV വെച്ചേക്കുന്നതിൻ്റെയും മഴ പെയ്യുന്നതിൻ്റെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. സോ എങ്ങനെയുണ്ടെന്ന് വന്ന് പറയണേ. പിന്നെ ഇപ്പം നോയ്സ് ക്യാൻസലേഷൻ 3 പ്രാവശ്യം ലൈറ്റ് കത്തും. ഓക്കെ, ഈ വീഡിയോ ഞാൻ ഫുള്ള് ഒരു വോയിസ് എഡിറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല, ഡയറക്റ്റ് അപ്ലോഡാണ്. സോ അങ്ങനെയാണ് ഇരിക്കും. ഇങ്ങനെ ഈ വീഡിയോ വരാൻ പോവുക. ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ശബ്ദം വേറെ ആയിപ്പോവും. സോ ദാറ്റ്സ് വൈ ഐ വിൽ നോട്ട് എഡിറ്റ് ദിസ്. പിന്നെ മ്യൂട്ട് ചെയ്യണമെങ്കിൽ ഉണ്ടല്ലോ, മ്യൂട്ട് ചെയ്യണമെങ്കിൽ 2 പ്രാവശ്യം നിൽക്കണം ഇതിൻ്റെ. ഇപ്പോൾ ഇത് അൺമ്യൂട്ടായിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ദാറ്റ്സ് എ ഗുഡ് തിങ്. ആപ്പ് കസ്റ്റമൈസേഷൻ ഒന്നും വരുന്നില്ല, ഇത് മൊത്തം ഈ ബട്ടനെ തന്നെ വെച്ച് നിങ്ങൾ കൺട്രോൾ ചെയ്തോണം. പിന്നെ റിവറബ് മോഡ്, മറ്റേ ഞാൻ എക്കോ അടിക്കുന്ന പറഞ്ഞാൽ മറ്റേ വലിയ ഹാളിലൊക്കെ നിൽക്കാൻ നേരത്ത് വന്ന് എക്കോ അടിക്കുന്ന ഒരു ഫീലിംഗ്, അത് ചെയ്യണമെങ്കിൽ 3 പ്രാവശ്യം ബാക്കിലത്തെ ബട്ടൺ നിൽക്കണം കേട്ടോ. 1 2 3. അപ്പോൾ അതാണ് ഈ പച്ച ലൈറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ പതുക്കെ കത്തും, പതുക്കെ. ഓക്കെ, അതപ്പോൾ ഓഫ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇത്രയും. അപ്പോൾ ഇതിൻ്റെ ശബ്ദത്തിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. അതൊക്കെ വേണ്ടവർക്ക് ഇതിനകത്തുള്ള ഓപ്ഷനുണ്ട്. ആൻഡ് ദിസ് ഈസ് ആബ്സല്യൂട്ട്ലി ഗുഡ് മൈക്ക്. എനിക്ക് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ ഇത് വെച്ചെടുക്കാതെ. ഇത് നിസ്സാര സാധനം അല്ല, ഗുഡ് തിങ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ആൻഡ് ദിസ് ഈസ് നൈസ്. മറ്റേ സാധനം എടുത്ത് വെച്ചാലും ചെയ്യരുത്, മറ്റേ വിൻഡ് മറ്റേ വരുന്നത് തടയാതിരിക്കാനായിട്ട് ആ സംഭവം തന്നെ. അതപ്പോൾ അങ്ങനെ ബാറ്ററി ഇൻഡിക്കേറ്ററും ഉണ്ട് കേട്ടോ, നല്ല രീതിയിൽ ചാർജ് നിൽക്കും. ഐ തിങ്ക് ഐ ഹാവ് ബീൻ യൂസിങ് ദിസ് ഫോർ so much days and this battery didn't end, so that's a great thing. Yeah, എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം. ഞാൻ എന്താ ഇനി കോളറൊക്കെ വെച്ചോണെങ്കിൽ കേൾപ്പിക്കാൻ ശബ്ദ ക്വാളിറ്റി എങ്ങനെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഈ ക്വാളിറ്റി വരുന്നത് ഈ മൈക്കിന്നാണ്, മീൻസ് നമ്മളെ കോളറിൽ വെച്ചേക്കുന്ന മൈക്ക്. ഇതും വെക്കാം, പക്ഷേ ഇത് രണ്ടും കൂടെ വെച്ചാൽ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല. ഒരെണ്ണത്തെ കേൾപ്പിക്കാം, അതേ ശബ്ദം തന്നെ ഇതിനകത്തും വരത്തുള്ളൂ. അപ്പോൾ ഗ്രീനാറോ S12 മേടിക്കേണ്ടവർക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ പോയി മേടിച്ചു. പിന്നെ ഈ സംഭവം വെക്കാൻ നേരം നിങ്ങൾ കാര്യം ശ്രദ്ധിക്കുക, ഇത് നല്ല രീതിയിൽ വെച്ച് നിങ്ങളുടെ ഈ ദേഹത്ത് കിടന്ന് ഒരയുമ്പോൾ ഇതിനകത്ത് ശബ്ദം കിട്ടും, ലൈക്ക് ദിസ് ഒരു വൃത്തികെട്ട ശബ്ദം കിട്ടും. സോ അതൊന്ന് നോക്കുക. അപ്പം നല്ല രീതിയിൽ വെക്കുക.
സാംസങ്ങിൻ്റെ ഫോണിനകത്ത് കുത്തണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ OTG അണേബിൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആപ്പിളും അതാന്ന് തോന്നുന്നു അണേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല. വിവോ അങ്ങനെയുള്ള ഫോണിലൊക്കെ കുത്തണമെങ്കിൽ നിങ്ങൾക്ക് OTG എന്ന് പോയിട്ട് സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ മറ്റേ ബ്ലൂടൂത്ത് ആൻഡ് ഡിവൈസിനകത്തോട്ട് കയറുവാണെങ്കിൽ OTG കിട്ടും. അവിടെ അണേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. ടൈപ്പ് സി ഫോണേ പറ്റത്തുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പം അടുത്തൊരു റിവ്യൂ വരുന്നുണ്ടേ. മറ്റേ ഞാനൊരു ഹെഡ്ഫോണിൻ്റെ വീഡിയോ ഉണ്ടാക്കിയായിരുന്നു. അത് കണ്ടവർക്ക് ദണ്ട് ഇവിടെ കൊടുത്തേക്കാം, അത് പോയി കണ്ടോളൂ. നല്ലൊരു ഓവർ ഹെഡ് ഫോൺസ് മേടിക്കേണ്ടവർക്ക് അത് പോയി കാണാം. ഈ മൈക്കിൻ്റെ സൗണ്ട് ക്വാളിറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വന്ന് കമൻറ്റ് അടിക്കുക. ഗ്രീൻ ആറോ S12 വയർലെസ് മൈക്ക് ഹൗ